വെൽക്കം ടു ഇലക്ട്രിക്കൽ എജ്യൂസോൺ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ കഴിഞ്ഞ പ്രാവശ്യം എത്ര അഡ്വൈസ് ആണ് പോയേക്കുന്നത്, അതേപോലെ കഴിഞ്ഞ പ്രാവശ്യം എത്ര കട്ട് ഓഫ് മാർക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്, അതേപോലെ അതിന്റെ സിലബസ് എന്താണ്, ഇതെല്ലാ ബ്രാഞ്ചുകാർക്കും അപ്ലൈ വേണ്ടി വരുന്നതാണ്. അപ്പോൾ അതിന്റെ കോമ്പറ്റീഷൻ ലെവൽ എങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു തമ്പനയിൽ കുറച്ച് ഓവറായി പോയോ? ഓക്കെ, നല്ലൊരു അസിസ്റ്റന്റ് ഡയറക്ടർ പറഞ്ഞാൽ ഗ്ലാമറസ് പോസ്റ്റ് ആണല്ലോ, അപ്പോൾ ഏതായാലും ഇരിക്കട്ടെ അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പോവാം. അതേപോലെ ഇതിന്റെ സിലബസും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് ഞാൻ ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കാം. ആ ഒരു സ്ക്രീൻഷോട്ടിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് ഈ ഒരു ചാനലിലുള്ള വീഡിയോ ക്ലാസ്സുകളൊക്കെ കാണുന്നുണ്ട്, പക്ഷെ അവരെന്താ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇതില് സബ്സ്ക്രൈബ് ചെയ്തവരാണ് കൂടുതൽ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഏകദേശം 49% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നമ്മളെ ക്ലാസ്സുകൾ കാണുന്നത്. അപ്പോ അവര് ഇത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ ചാനല് കുറച്ചും കൂടി എന്താ റീച്ച് ആവാൻ സാധ്യതയുണ്ട്. അപ്പോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് എല്ലാ നോട്ടിഫിക്കേഷനും കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ കണ്ടന്റിലോട്ട് പോകാം. ഇതാണ് ഇപ്പോ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ. 630/2023 ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ 56,500 തൊട്ട് 1,18,100 വരെയാണ് സ്കെയിൽ ഓഫ് പേ. 3 വേക്കൻസിയാണ് അറ്റ് ദ ടൈം ഓഫ് നോട്ടിഫിക്കേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് 31/1/2024 ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതില് ഈ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് വെച്ചാൽ ഒരു ഗ്ലാമറസ് പോസ്റ്റ് തന്നെയാണ്. കാരണം എന്ന് വെച്ചാല് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിലുള്ള സെക്രട്ടറി ഉണ്ടല്ലോ, എൽ സെക്രട്ടറി, ആ ഒരു പോസ്റ്റ്, ആ ഒരു എന്താ പറയണ്ടേ പേ സ്കെയിൽ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ആ ഒരു ഗ്ലാമറസ് പോസ്റ്റ് പോലെ തന്നെയാണ് നമ്മൾ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിനെ നമ്മൾ കാണുന്നുണ്ടാവുക. ഓക്കെ, നല്ലൊരു പോസ്റ്റ് തന്നെയാണ് അസിസ്റ്റന്റ് ഡയറക്ടർ. ഇത് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ്. 18 to 36 വരെയാണ് ഏജ് ലിമിറ്റ് ഉള്ളത്. ഡിഗ്രി ഓഫ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻ എനി ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഓർ MBA, അതാണ് നമ്മുടെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ ഈ റൂൾ 10 എന്ന് വെച്ചാൽ നമ്മളവിടെ ഇക്വലൻസി ഉണ്ടെങ്കിൽ ഇക്വലൻസി പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് കാണിക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് അതിന്റെ ഒരു മീനിങ് കേട്ടോ. അപ്പൊ ഓക്കെ, അപ്പൊ അത് നോക്കാം. അപ്പൊ ഇതിലെന്താ ഡേറ്റിലേക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് എന്താ സ്വന്തമായിട്ട് പ്രൊബേഷനും കാര്യങ്ങളുണ്ടാവും. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷൻ. 2015 നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. 2/2015 കാറ്റഗറി നമ്പർ. ജനറൽ റിക്രൂട്ട്മെന്റ് ആണ്, സ്റ്റേറ്റ് വൈഡ് ആണ്. അപ്പൊ ഇതിൽ ആ ഒരു സമയത്ത് 21,250 തൊട്ട് 37,040 വരെ സ്കെയിൽ ഓഫ് പേ ഉണ്ട്. അത് 2 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്താ സ്കെയിൽ ഓഫ് പേ കൂടിയല്ലേ, നല്ല സ്കെയിലായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു 2015 മാർച്ചിലാണ് നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത് അല്ലെ. നോട്ടിഫിക്കേഷൻ 2015 മാർച്ച് 2015 ഞാൻ നോട്ടിഫിക്കേഷൻ വന്നു. എന്നിട്ടോ ഏപ്രിൽ 2017 അതിന്റെ എക്സാം കണ്ടക്ട് ചെയ്തു അല്ലെ. ഏപ്രിൽ 2017 എക്സാം കണ്ടക്ട് ചെയ്തു. എലിജിബിൾ ടു ബി കോൾഡ് ഫോർ ഇന്റർവ്യൂ ഫോർ ദ സെലക്ഷൻ ഓഫ് ദി പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് ഡയറക്ടർ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ഹെൽഡ് ഓൺ 27/4/2017, അതായത് ഏപ്രിൽ 2017 അതിന്റെ എക്സാം കണ്ടക്ട് ചെയ്തു. എന്നിട്ട് ഫെബ്രുവരി 2018 അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു അല്ലെ. ഇതിപ്പോ നോട്ടിഫിക്കേഷൻ, ഇത് എക്സാം, ഇത് ഷോർട്ട് ലിസ്റ്റ് വന്നു അല്ലെ. അപ്പോ ഇനി അതിന്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് നമുക്ക് നോക്കാം. 38 മാർക്കായിരുന്നു ആ സമയത്ത് കട്ട് ഓഫ് മാർക്ക് ഉള്ളത് കേട്ടോ. 38 മാർക്കായിരുന്നു കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിട്ടുള്ളത്. കട്ട് ഓഫ് വന്നിട്ടുള്ളത് 38 മാർക്ക്. അപ്പൊ ഇതിൽ എത്ര പേര് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. 38 മാർക്കായിരുന്നു കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഏകദേശം എന്നിട്ട് എപ്പോഴാണ് വന്നേക്കുന്നത്, 2018 ഡിസംബറിലാണ് അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നേക്കുന്നത് കേട്ടോ. റാങ്ക് ലിസ്റ്റ് ഡിസംബർ 2018 അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത്. ഡിസംബർ 2018 റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഓക്കെ, ഇതിൽ ടോപ്പ് റാങ്കിന് കിട്ടിയ മാർക്ക് വെച്ചാൽ 46 മാർക്കായിരുന്നു ടോപ്പ് റാങ്കിന് കിട്ടിയേക്കുന്നത്. ഇന്റർവ്യൂവിന് 12 മാർക്ക് കിട്ടി, ടോട്ടൽ 58 കിട്ടി. ഇവിടെ നമുക്ക് 43 സെക്കൻഡ് റാങ്കാർക്ക് 43 മാർക്കും ഇന്റർവ്യൂവിന് 14 മാർക്കും കിട്ടിയേണ്ട. അപ്പോൾ ഇവിടെ ചെറിയൊരു ചേഞ്ചിലാണ് പുള്ളിക്കാരൻ എന്താ കിട്ടാതെ പോയത് 57. കാരണം വെച്ചാൽ ഇന്റർവ്യൂവിന് പുള്ളിക്കാരൻ നല്ല മാർക്ക് ഉണ്ടായിരുന്നു അല്ലെ. ഏറ്റവും ആദ്യത്തെ റാങ്കുകാരന് 12 മാർക്ക് ഇന്റർവ്യൂ കിട്ടിയിട്ടുണ്ട്. ബാക്കി രണ്ടാമത്തെ റാങ്കുകാരന് 14 മാർക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിലുള്ള ചെറിയൊരു പ്രശ്നം ഞാൻ കാണിച്ചു തരാം പറയാതെ. അപ്പൊ ഇതിൽ ടോട്ടൽ 22 പേരാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ 22 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് 38 മാർക്കായിരുന്നു കട്ട് ഓഫ് നമ്മൾ പറഞ്ഞിരുന്നത്. ടോപ്പ് റാങ്കിന് കിട്ടിയിരിക്കുന്നത് 46 മാർക്കായിരുന്നു ടോപ്പ് റാങ്കിന് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇതില് ഓപ്പൺ കാറ്റഗറിയിൽ ഒരു ഒന്നാമത്തെ റാങ്കുകാരന് മാത്രമേ അഡ്വൈസ് പോയിട്ടുള്ളൂ. അപ്പൊ ഇവിടെ നോക്കുക കണ്ടില്ലേ, ഇവിടെ ഒരു 0.66 മാർക്കിന്റെ ഇതിനാണ് ചേഞ്ചസിനാണ് പോയേക്കുന്നത്. കണ്ടില്ലേ, അതാണ് പറയുന്നത്. ഒരു 0.3 അല്ലെങ്കിൽ 0.1 മാർക്ക് വരെ
നിങ്ങളുടെ റാങ്കിനെ എഫക്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സ്വാഭാവികമായിട്ടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ മാർക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം 4 ഡേയ്സ് ആണ് പോയേക്കുന്നത്. 2020 എന്താ അതിന്റെ ലാസ്റ്റ് ഡേയ്സ് 2020 പോയേക്കുന്നത്. ശേഷം പോയിട്ടില്ല. അപ്പൊ അതിനുശേഷം എന്താ റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ആയിട്ടുണ്ടാവും. അപ്പോ ഇതില് OC കാറ്റഗറിയിൽ ഒന്നാമത്തെ റാങ്ക് വരും, ഈഴവ 9 വരും, മുസ്ലിം 6 വരെയാണ് പോയേക്കുന്നത്. അതേപോലെ DALV-യിൽ 1 ആണ് പോയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇതിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന്റെ പ്രൊവിഷണൽ ആൻസറിംഗ് ഒക്കെ അവൈലബിൾ ആണ്. 45/2017 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 45/2017 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. പക്ഷെ അത് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്ത്, നിങ്ങൾക്ക് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നുണ്ടാവില്ല. ഫൈനൽ ആൻസർ ചെയ്യും, പ്രൊവിഷണൽ ആൻസർ ചെയ്യും മാത്രമേ കിട്ടുന്നുണ്ടാവുള്ളൂ. ഓക്കെ. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടില്ല. അതേപോലെ ഇതിന്റെ എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത് ജൂലൈ സെപ്റ്റംബർ ആ ഒരു കാലയളവിലാണ് അല്ലെ. 630/2023 കാറ്റഗറി നമ്പർ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ കാലയളവിലാണ് ഇതിന്റെ എക്സാം ഡേറ്റ് വന്നത്. നിങ്ങൾക്ക് ഇനിയിപ്പം ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കും കൂടെ എന്താ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവും. അതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടാവും, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിന്റെ വീഡിയോ ചെയ്യുന്നുണ്ടാവും. ഏതായാലും 2024 വരുന്നുണ്ടാവില്ല, 2025 സ്റ്റാർട്ടിങ്ങിലൊക്കെ വരുന്നുണ്ടാവുള്ളൂ. ഓക്കെ, 2025 സ്റ്റാർട്ടിങ്ങിലൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. അതിന്റെ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ടാവും. അപ്പോ നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ, ആ ഇൻഡസ്ട്രി അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞ എക്സാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും ഈസി ആയിട്ട് വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ IO എന്താ എല്ലാ ബ്രാഞ്ചുകാർക്കും അപ്ലൈ വേണ്ടി പറ്റുന്നതാണ്. പക്ഷെ അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ സിലബസ് എന്താ കുറച്ച് ടഫാണ്. ടഫ് എന്നല്ല, അതിലെല്ലാം കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുണ്ട് എല്ലാ ബ്രാഞ്ചിന്റെ. പക്ഷെ IO-ന്റെ കേസിലോ എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ സിലബസിൽ എല്ലാത്തിന്റെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാ ബ്രാഞ്ചിന്റെയും. പക്ഷെ അസിസ്റ്റന്റ് ഡയറക്ടറിനെ കുറച്ചധികം ഡെപ്തിൽ എന്ത് ചെയ്യാം, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ സിലബസിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പൊ സിലബസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും. ഓക്കെ. ഓക്കെ, അപ്പൊ ഇതാണ് സിലബസ് വന്നിട്ടുള്ളത്. 2015 പറഞ്ഞ കാറ്റഗറി വന്നിട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക്. അപ്പൊ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത്യാവശ്യം എന്ത് നമ്മുടെ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എന്താ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ IOക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിലെന്താ കുറച്ച് ഡെപ്തിൽ നിങ്ങൾ പഠിക്കണം. അപ്പൊ അതുകൊണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ IO എന്താ കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ എന്താ നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഈസി ആയിട്ടുണ്ടാവും. ഓക്കെ. അപ്പോ നിങ്ങൾ ഇതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും IO കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്താ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. IOയുടെ നോട്ടിഫിക്കേഷൻ 2025 സ്റ്റാർട്ടിംഗിലായിരിക്കും വരുന്നുണ്ടാവും. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ. അപ്പോ ഇതിലിപ്പം സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ്, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കോൺക്രീറ്റ് ടെക്നോളജി. അപ്പോൾ നിങ്ങളുടെ IOന്റെ കേസിൽ ഇതാണ് IOന്റെ കേസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഈ ജിയോ ടെക്നിക്കലും സ്ട്രക്ചറും ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, തെർമോഡൈനാമിക്സ് ആൻഡ് പവർ സൈക്കിൾ ഉണ്ട്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ഉണ്ട്, മെക്കാനിക്സ് ഓഫ് മെഷീൻസ് ഉണ്ട്, മാനുഫാക്ചറിംഗ് പ്രോസസ് ഉണ്ട്. ഇലക്ട്രിക്കലിന്റെ കേസിലാണെങ്കിൽ എലിമെന്ററി കൺസെപ്റ്റ് ഓഫ് ഇലക്ട്രിക് സർക്യൂട്ട്സ്. അതിൽ നമ്മുടെ ബേസിക് ഇലക്ട്രിക്കൽ മാത്രമേ ഉള്ളൂ IOന്റെ കേസിൽ. ഓക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. 3 ഫേസ് സിസ്റ്റം ഉണ്ട്. നമ്മൾ IOന്റെ കേസിൽ 3 ഫേസ് സിസ്റ്റം ഉണ്ട്. പിന്നെ IOന്റെ കേസിൽ ജനറേഷൻ ഓഫ് പവർ മാത്രമേ ഉള്ളൂ. അതായത് കൺവെൻഷണൽ നോൺ കൺവെൻഷണൽ മാത്രമേ IOന്റെ കേസിൽ പറയുന്നുള്ളൂ. ഇതിൽ എല്ലാം പറയുന്നുണ്ട്. പവർ സിസ്റ്റം നല്ല ഡെപ്ത് തന്നെയുണ്ട്. മെഷീൻസ് IOയിലും നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടറിലും സെയിം ആയിട്ട് തന്നെയാണുള്ളത്. പിന്നെ താരിഫ് നമ്മളുടെ IOയിൽ പറയുന്നില്ല, അസിസ്റ്റന്റ് ഡയറക്ടറിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ വയറിംഗിന്റെ കാര്യം എന്താ നമ്മളുടെ IOയുടെ സിലബസിലുണ്ട്. ഓക്കെ. ഇലക്ട്രോണിക്സും എന്താ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കുറച്ച് നിങ്ങൾ എന്താ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ എന്താ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൂടാണ്ട് കമ്പ്യൂട്ടർ സയൻസും ഉണ്ട്. ഓക്കെ. പിന്നെ എക്സ്ട്രാ ഉള്ളത് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഇതിലുള്ളത്. മറ്റേ എന്താ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആണ് നമ്മുടെ IOയിലുള്ളത്. ഇതിലെന്താ അതിന് പകരം കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്താ നിങ്ങൾ ഇതിൽ IOന്റെ അസിസ്റ്റന്റ് ഡയറക്ടറിൽ പഠിക്കണം. അതേപോലെ അഗ്രികൾച്ചർ എന്താ അസിസ്റ്റന്റ് ഡയറക്ടർ നിങ്ങൾ പഠിക്കണം. അതൊന്നും IOന്റെ സിലബസിൽ ഇല്ല. അതേപോലെ മാനേജ്മെന്റും എന്താ IOയുടെ സിലബസിൽ ഇല്ല. ഓക്കെ. അപ്പൊ ഇത്രയാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആ ഒരു സമയത്ത് എന്താ പാർട്ട് 2-ല് ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, റിനൈസൻസ് ഇൻ കേരള ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഉണ്ടാവുന്നില്ലായിരുന്നു നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. മേ ബി ചിലപ്പോ, കാരണം വെച്ചാൽ അസിസ്റ്റന്റ് ഡയറക്ടർ വെച്ചാൽ അത്യാവശ്യം ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റ് ആണ്. അതേപോലെ എന്താ പറയാ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു പോസ്റ്റാണ്. അപ്പൊ മേ ബി വേണമെങ്കിൽ എന്താ അല്ല PSC ആണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ മേ ബി വേണമെങ്കിൽ എന്താ അവർക്ക് ഈ ഒരു പാർട്ട് 2 കൂടി എന്താ വേണമെങ്കിൽ ആഡ് ആക്കാം. ഓക്കെ, ഈ ഒരു പാർട്ട് 2 ആണെങ്കിൽ അവർക്ക് ആഡ് ആക്കാം, അല്ലെങ്കിൽ എന്താ ഒഴിവാക്കാം. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. അപ്പൊ നിങ്ങൾ ഏതായാലും കൺസെപ്റ്റ്, ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങാം.
അപ്പോൾ നമുക്കറിയാം ഒരു 2 മാസം മുന്നേക്ക് നമുക്ക് നെക്സ്റ്റ് സിലബസ് നമുക്ക് അറിയുന്നുണ്ടാവുള്ളൂ അല്ലേ. അപ്പോ ഈ ഒരു പാർട്ട് 2 വേണമെങ്കിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒഴിവാക്കാം. ഓക്കെ. അപ്പൊ നമുക്കൊന്നും പറയാണ്ട് പറ്റില്ല. അപ്പോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ എക്സാംസിനൊന്നും ഈ ഒരു പാർട്ട് 2 ഇല്ലല്ലോ. അപ്പോ വേണമെങ്കിൽ ഇതിലും എന്ത് അവർക്ക് ഒഴിവാക്കാം. പക്ഷെ അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ പോസ്റ്റ് ആയതുകൊണ്ട്, ഗ്ലാമറസ് പോസ്റ്റ് ആയതുകൊണ്ട് അതേപോലെ കാര്യങ്ങളെ കുറച്ച് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പൊ അതിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് ആഡ് ആക്കാന്നേ ഉള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് ഇപ്പം ഇതിനെപ്പറ്റി നമുക്ക് കമന്റ് ചെയ്യാണ്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ടെക്നിക്കൽ വെച്ചിട്ട് ബേസിക് ആയിട്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങാം. ഓക്കെ. നിങ്ങൾക്ക് ഇതിപ്പോ ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും ഒക്കെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. അപ്പൊ അതൊക്കെ വെച്ച് നോക്കാം. അതുപോലെ സിവിലും മെക്കാനിക്കലും എല്ലാം നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. അപ്പോ ഓക്കെ എന്നാ, താങ്ക് യു.